എല്ലാവർക്കും നമസ്കാരം. മോദിക്കും യോഗിക്കും ശേഷം BJPയിലുള്ള പവർഫുൾ നേതാക്കന്മാരിൽ ഒരാളായ തമിഴ്നാട്ടിൽ നിന്നുള്ള മുൻ IPS ഓഫീസർ അണ്ണാമലൈ BJP വിട്ടുപോകുന്നു. കാട്ടുതീ പോലെയാണ് ഈ വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അണ്ണാമലൈ പറഞ്ഞു താൻ BJP വിട്ടുപോവുകയാണ് എന്ന്. ഇല്ല, BJPയുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞു അണ്ണാമലൈ BJP വിട്ടുപോകുന്നു എന്ന്. ഇല്ല, പിന്നെ ആരാണ് ഈ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രത്യേക അജണ്ടയോടെ വർക്ക് ചെയ്യുന്ന മാധ്യമങ്ങൾ, അവരാണ് ഈ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ അവരൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നാളെ, അതായത് ജൂൺ 2-ാം തീയതി അണ്ണാമലൈ ഡൽഹിയിൽ പോയി BJP നേതൃത്വവുമായി സംസാരിക്കുന്നു എന്ന്. BJPയിൽ നിന്നും പോകുന്ന അണ്ണാമലൈ എന്തിനാ നാളെ BJP നേതൃത്വവുമായിട്ട് സംസാരിക്കുന്നത്? ഡൽഹി വരെ പോണ അദ്ദേഹത്തിന് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുക, എന്നിട്ട് പറയുക, ഞാൻ BJPയുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരിക്കുന്നു, BJPയിൽ നിന്നും ഞാൻ പടിയിറങ്ങുന്നു. കൂടെ BJPയുടെ നേതൃത്വത്തിലേക്ക് ഒരു ലെറ്ററും കൊടുക്കുക, രാജിക്കത്ത്. ഇത്രയും പോരാ. അല്ലാതെ ഡൽഹി പോയിട്ട് ഈ കേന്ദ്ര നേതൃത്വത്തെയൊക്കെ കണ്ട വല്ല ആവശ്യമുണ്ടോ BJPയിൽ നിന്ന് പോകുമ്പോൾ? അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-22 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഒഴിവ് വരികയും അവിടെ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതിൽ ഏതെങ്കിലും ഒരു രാജ്യസഭാ സീറ്റിലെ അണ്ണാമലയെ നിർത്തി മത്സരിപ്പിച്ച് രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന് കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാക്കാനാണ് തീരുമാനം BJPയുടെ. അപ്പോൾ അങ്ങനെ അണ്ണാമലൈ കേന്ദ്രമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രത്യേക അജണ്ടയോടെ വർക്ക് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് അവരുടെ അജണ്ട വീണ്ടും പുറത്തേക്കെടുക്കാം. BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ ഉയർത്തിക്കാണിക്കാൻ യോഗ്യതയുള്ള അണ്ണാമലയുടെ ഇമേജ് ഇടിച്ചു താഴ്ത്താം. അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി, അധികാരമോഹത്തിന് വേണ്ടി BJPയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകുന്നു എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അണ്ണാമലൈ വിലപേശി കേന്ദ്രമന്ത്രി സ്ഥാനം നേടിയെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നാളെ പ്രചരിപ്പിക്കാം. ആ അജണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അണ്ണാമലൈ BJPയിൽ നിന്നും പോകുന്നു എന്നുള്ള വാർത്ത. ഇനി നിങ്ങൾ പറയുന്ന പോലെ അണ്ണാമലൈ BJPയിൽ നിന്ന് പോയി എന്ന് വെക്കുക. അണ്ണാമലയല്ല, മോദിയല്ല, യോഗിയല്ല, അങ്ങനെ ആര് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നും പോയാലും ഈ രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്ത് ഉണ്ടായിരിക്കും. ഒരു വ്യക്തി പോയാൽ ആ സ്ഥാനത്തേക്ക് ഒരുപാട് വ്യക്തികൾ വരാൻ തയ്യാറായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഒരു നേതാവിന് പകരം ആയിരക്കണക്കിന് നേതാക്കന്മാർ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അല്ലാതെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ CPM നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ CPM ഇല്ല എന്ന് പറയുന്ന പോലെ അല്ല. ഒരു അണ്ണാമലൈ പോയാലൊന്നും ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ഈ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്തായാലും നിങ്ങളുടെ സ്വപ്നം ഫലിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.